എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ എപ്പിസോഡ് 6 അപ്പോൾ വീഡിയോ ഇടാൻ വൈകുന്നതിന് കാരണം മഴയാണ്. അതിന് കാരണം മഴയത്തിന് എനിക്ക് വോയിസ് എടുക്കാൻ പാടാണ്. ആൾറെഡി ഇപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ മഴയുടെ സൗണ്ട് കൂടെ ആയ എന്തോ അതെനിക്കൊരു പാടായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ എപ്പിസോഡ് 6. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന് ആദ്യം തന്നെ വാങ്ഷു അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ രണ്ടുപേര് അവസാനം നീ വന്നു കുറേ നേരമായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഒരു ഡിവൈസ് വെച്ച് അവൻ്റെ പവർ നോക്കുമ്പോൾ 0. അതുപോലെ അവൻ മെയിനായിട്ട് ഒരു സ്കില്ലുകളൊന്നുമില്ല, ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ അവൻ എന്ന് പറയുമ്പോൾ ബോഡി റിഫൈനറോ എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി. അവനൊന്നും മനസ്സിലായില്ല. അവള് എൻ്റെ പേര് കുജിയ, നീന് അങ്ങനെ വിളി. അവൻ്റെ പേര് വാങ്ഷു എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ അവളുടെ സ്വഭാവം മാറിയതുപോലെ ഒറ്റയടി എടി സൈക്കോ എന്ന് പറഞ്ഞ് തിരിച്ചും കൊടുത്തു. എന്നാൽ അവളാകട്ടെ അവന്റെ എനർജി വളരെ പ്യുവറാണ്, ക്ലീനാണ് എന്നൊക്കെ ആലോചിച്ചാണ് ഹാപ്പിയാകുന്നത്. അവന്റെ ഇന്റേണലായിട്ട് ഇഞ്ചുറി ഉണ്ടാകരുത്, ബോഡി മുഴുവൻ മെൽറ്റ് ചെയ്ത് എനിക്ക് എടുക്കണം, ആ കിട്ടുന്ന പവർ അഡൽട്ടറേറ്റഡ് ജെംസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവള് ചിരിക്കുകയാണ്. എന്നാൽ ഇവക്ക് വയ്യ എന്ന രീതിയിലാണ് അവനും. പിന്നെ അവൾ അവനെ അടിക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി, പിന്നെയും കിട്ടി, അടിച്ചു മാറ്റി അവൻ തെറിച്ച് പിറകിലേക്ക്. അപ്പോൾ മറ്റേ ആള് നിനക്ക് അവളെ അടിക്കാൻ പോയിട്ട് മാച്ച് പോലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് കൊടുത്തു. അവന്റെ കിളി പോയതുപോലെ എങ്കിലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വന്ന് ഒറ്റയടി. അവൾക്ക് കിട്ടുന്നതല്ല, അവളിലാകട്ടെ ആ എനർജി എത്ര പ്യൂർ ആകും എന്നൊക്കെ ആലോചിച്ചാണ് ഹാപ്പിയാകുന്നു എന്ന് തന്നെ പറയാം. പിന്നെയും കൊടുത്തു. അങ്ങനെ നിനക്ക് അവൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം അതിൽ എല്ലാം വാങ്ങിച്ചിട്ട് ഇത്ര ഉണ്ടോ, ഇത്ര നിനക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കറക്കി ഒറ്റയടിയാണ്. അവളുടെ ഉള്ളിൽ ആ ഡീമൺ പുറത്ത് വരുന്നത് പോലെ. അപ്പോൾ തന്നെ മില്യൺ സ്റ്റോൺ നിർത്ത്, നിന്റെ പവർ എടുക്കരുത്, എന്നാ മാറി നിൽക്ക് എന്നാണ് അവൾ പറയുന്നത്. എനിക്ക് സ്ട്രോങ് ആകണം, എനിക്ക് സ്ട്രെങ്ത് വേണം, എന്നിട്ട് ആ സ്റ്റോണിനെ കൂട്ടി ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് അവനെ പോയി അറ്റാക്ക് ചെയ്ത് അവളുടെ കയ്യിലെ നഖമൊക്കെ വളർന്നു. ഒരു ഡീമനെ പോലെ പയ്യെ ആകെയാണ്. അങ്ങനത്തെ ഒരു ചിരിയാണ് ചിരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്നും ബ്ലഡ് വരുന്നു. അവള് പിന്നെ സ്പീഡിന് വന്ന അവൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അവന്റെ കയ്യിൽ വന്ന ബ്ലഡൊക്കെ നക്കി നോക്കിയിട്ട് ആ എന്ത് ടേസ്റ്റാ എന്നൊക്കെ പറഞ്ഞ് അവളും പിന്നെ തട്ടി മാറ്റി പിന്നെ പറ്റി. അവൾ പറഞ്ഞു തന്നൊരു ഹ്യൂമനായിട്ടും അല്ല, ഒരു ബീസ്റ്റിനെ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണ്. അതുപോലെയുള്ള ഈവിൾ ചിരിയാണ് ചിരിക്കുകയും ചെയ്യുന്നത്. അവനെ അടിച്ച് തെറിപ്പിച്ചു. അവന് മനസ്സിലായി എനിക്ക് ഇവിടെ കിടന്ന് ചാവാൻ കഴിയില്ല. അവള് സ്പീഡിന് വന്ന് ജസ്റ്റിന് മാറി. എന്നാൽ അവന്റെ ഉള്ള ഒരു ടൂള് അതെടുത്ത് അടിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. അവളുടെ സ്പീഡ് വളരെ കൂടുതലായിരുന്നു. അവന്റെ പിറകെ കൂടി വന്ന് കടിച്ച് ബ്ലഡൊക്കെ കുടിക്കുകയാണ്. അവൻ കൈ മടക്കി ഒറ്റ അടി. വാവൂ എന്ന് പിന്നെയും ഞാൻ പാരഡൈസിലേക്ക് പോകുന്നത് പോലെ. സ്റ്റോണിന് അവളുടെ ഉള്ളിലെ ഡീമൺ അല്ലെങ്കിൽ ആ ബീസ്റ്റ് അത് പുറത്തു വരാൻ പോകുന്നത് മനസ്സിലാക്കി. അതേപോലെ തന്നെ നടക്കണം. എന്നാൽ അപ്പോൾ തന്നെ ഒരു നീഡിൽ പോലെ യൂസ് ചെയ്ത് അക്യുപഞ്ചർ പോയിന്റിലേക്ക് കുത്തി ഇറങ്ങി. അത് ബ്ലോക്ക് ആക്കി. അതോടെ അവളുടെ അവിടെ വീഴുകയാണ്. കണ്ടത് വിശ്വസിക്കാനാവാതെ അവനും ഞാനിപ്പോ എന്താ കണ്ടേ, അവളൊരു മോൺസ്റ്റർ ആയിരുന്നു. അവളെ നോക്കിയിട്ട് അവൻ്റെ ഇത്ര പ്യുവറായ ബ്ലഡ് കാണുമെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ ലെവലപ്പായത് ഇത് കാരണമാണ്. ഇനിയായി അതൊരു പണിയാകും. ഇതാണ് അവസരം എന്ന് പറഞ്ഞാൽ പോകാൻ നൽകുമ്പോൾ അയാളുടെ ഒരു പാം ടെക്നിക്ക് അത് യൂസ് ചെയ്ത് തടഞ്ഞു. അവന് ഷോക്ക്. ഇവക്ക് അധികം നേരം ഹോൾഡ് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് അറ്റാക്ക് അത് ഡോഡ്ജ് ചെയ്ത് മാറി. മിസ്സായി. അടുത്ത അറ്റാക്ക് ചെയ്യാൻ വന്നത് അപ്പോൾ തന്നെ അവളുടെ ബീസ്റ്റ് പറ അത് പുറത്ത് വരാനായിട്ട് നോക്കുന്നു. അപ്പോൾ തന്നെ പോയി അത് ഹീൽ ചെയ്യുകയാണ്. വേറെ വഴിയില്ല, നീ മുകളിലുള്ള പെൺകൊച്ചിനെ രക്ഷിക്കാനല്ലേ വന്ന്, നീ പൊയ്ക്കോ. അത് കേട്ട് അപ്പോൾ തോറ്റോ. എന്നാ അവ ഇനി അവളെ ഹീൽ ചെയ്തിട്ട് പിറകെ കൂടി വന്ന് അടിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ അറ്റാക്ക് ചെയ്താലോ, അതുകൊണ്ട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെ പോവാം. എന്നാൽ അവൾക്ക് ഇപ്പോൾ കഴിയത്തില്ല, അത് വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല എന്ന് അവനും അറിയാം. മില്യൺ ആർട്സ് അലയൻസിലുള്ളതാണ്, വാക്ക് മാറ്റില്ല. എന്നാ അവൻ മാറാത്തത് കണ്ട് മില്യൺ കോയിൻസ് എന്നാൽ അവരുടെ അലയൻസിൽ ഒന്നെടുത്തിട്ട് ബ്ലഡ് ഒയ്ത്ത് അത് വെച്ച് പ്രോമിസ് ചെയ്യുന്നു. നമ്മൾ സത്യം ചെയ്യണം, ഞാൻ വാക്ക് മാറ്റിയ ചാരമായി പോകട്ടെ. എന്നാൽ അവൻ വീഡിയോ എടുത്ത് നീ എന്താണ് ചെയ്യുന്നത്? ഇല്ലേ ഒരു പ്രൂഫിന്. അവനത് കൊടുത്തിട്ട് പോകാനായിട്ട് പറയുമ്പോൾ എന്നാൽ അവൻ ഇത് ഫേക്കൊന്നും അല്ലല്ലോ, ഇത് കൂടുതൽ പൈസ കിട്ടും എന്ന പോലെ. സ്റ്റോണിനോട് ഈ വല്ല പ്രശ്നത്തിന് വന്നാൽ കൊല്ലും, ഞാൻ ഇപ്പൊ കൂളാകണം, ഒരു മലയുടെ അത്ര എന്ന് വിചാരിച്ചിട്ട് ശരി നീ പൊയ്ക്കോ. അവനുമൊക്കെ ബാ എന്ന് പറഞ്ഞിട്ട് പോയി. ഇവൻ കുറച്ച് സ്കാറിയാണ്. അത് കഴിഞ്ഞ് മുകളിലൊരു പെണ്ണ് നടക്കാൻ അവളോട് നടന്നത് പറയുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ പെണ്ണിനെ ആരാ അടിച്ചിടുന്നത്. സ്റ്റോൺ ഹലോ ഇതാരാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം. ഇത് മിഷയല്ലെന്ന്, അതായത് ആ പെണ്ണല്ലെന്ന് മനസ്സിലായി. എന്നാൽ അവിടെ ഓരോരുത്തർ നിൽക്കണം, അതാരെന്ന് മനസ്സിലായി കാണുമല്ലോ. മൂശാൻ എന്നാണ് ഇവന്റെ പേര്. അവൻ പോകുമ്പോൾ ചോദിക്കുന്നു യങ് മാസ്റ്റർ നിന്റെ അസാസിൻ എല്ലാം തോറ്റു. അതുകട്ടെ എന്താ പറയുന്നത്? അങ്കിളിനോട് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പോകുന്നതാണ് നല്ലത് എന്ന്. മിസ്റ്റർ ലൂനാകട്ടെ ശീകുശിനാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയി ഒരുത്തന് എന്ന് പറഞ്ഞ് പോവാണ്. എനിക്കങ്ങനെ പോകാൻ പറ്റില്ല മൂശ, നിനക്ക് എത്ര പണം വേണമെങ്കിൽ തരാം എന്നൊക്കെ പറയുമ്പോൾ അവന് നേരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ തേടി. ആ അറ്റാക്ക് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവൻ വളരെ ക്രൂവലാണ് എന്ന് പറയുകയാണ്. ഒരു ഈവിൾ ചിരിയോടെ മൂശാനും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.